1 ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരെദ്, ഹെനോക്ക്, മെത്തൂസലഹ്, ലാമെക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മഗോഗ്, മദായി, യവാൻ, തുബാൽ, മേശക്ക്, തിരാസ്. ഗോമേറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തേഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, തർഷീഷ്, കിത്തീം, റോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പൂത്ത്, കനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമായുടെ പുത്രന്മാർ ഷേബ, ദെദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി ഈജിപ്തിൽ ലൂദീം, അനാമിം, ലഹാബിം, നഫ്തൂഹിം, പത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിം ആണ് ഫിലിസ്തീയരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേത്തർ, മേശക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പെലേഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൻ, അബിമയേൽ, ഷേബ, ഓഫീർ, ഹവില, യോവാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റെവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രഹാം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ബൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിമാരായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷേബ, ദെദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, എഫേർ, ഹാനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റവൂവേൽ, യഹൂഷ്, യാലാം, കേരഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കേനസ്, തിമ്ന, അമലേക്ക്. റവൂവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേരഹ്, ഷമ്മ, മിസ. സേറിൻ്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീശോർ, ഏസർ, ദീശാൻ. ലോദാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോദാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹദ്, എബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീശോൻ. ദീശോൻ്റെ പുത്രന്മാർ ഹംറാൻ, യഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീശാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബെയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലയുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേരഹിൻ്റെ മകൻ യോവാബ് ഭരണമേറ്റു. യോവാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണശേഷം ബാദാദിൻ്റെ പുത്രൻ ഹാദാദ് ഭരണമേറ്റു. അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹാദാദ് രാജാവായി. മെസഹാബിൻ്റെ പൗത്രിയും മാത്രേദിൻ്റെ പുത്രിയുമായ മെഹത്താബേൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹാദാദിൻ്റെ മരണത്തിന് ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യാദേദ്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.